അപ്പൊ അനുമോളുടെ നെഗറ്റീവ് സ്ട്രാറ്റജി വേണം അംഗീകരിച്ചു കൊടുക്കാം. മറ്റുള്ള ആൾക്കാരെ പറ്റി കുശുമ്പ് പറയുക, വൃത്തികേട് പറയുക, അപരാധം പറയുക, ഇങ്ങനെ ചെയ്തൊരാളെ വെളുപ്പിക്കാനായിട്ട് പുറത്ത് PR ടീം ഉണ്ടെങ്കിൽ അവർക്ക് വിന്നർ ആവാമെന്ന് ഈ സീസണിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്തൊരു സീസൺ വരികയാണ്. ലാലേട്ടൻ സീസൺ 8 ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇനി 8 എന്തായാലും ആ സീസണിലും PR ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ജയിക്കില്ല. അടിവരായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ. PR വേണം, 100% PR വേണം. ഒരു PR ഉണ്ടെങ്കിൽ 10ാം സ്ഥാനത്ത് എത്തേണ്ട ആളെ ടൈറ്റിൽ വിന്നർ ആക്കാൻ പറ്റും. ഇപ്പൊ ഈ അനുമോൾക്ക് PR അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അനുമോൾക്ക് 4-5ാമത്തെ ആഴ്ച അനുമോൾ വിറ്റായി പോകും. അനുമോൾ അവിടെ നിൽക്കൂല. 100% അനുമോളോടെ നിൽക്കില്ല. കാരണം അനുമോളേക്കാൾ ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ PR എന്ന് പറയുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അവിടുത്തെ വോട്ടിംഗ് രീതികൾ അറിയാം. എത്ര വോട്ട് കിട്ടിയാൽ അകത്ത് നിൽക്കാൻ പറ്റുമെന്നറിയാം, എത്ര വോട്ട് കൊടുത്താൽ അവിടെ നിൽക്കാൻ പറ്റുമെന്നറിയാം, എന്നൊക്കെ കമന്റ് ബോക്സിൽ എന്തൊക്കെ കമന്റ് ഇടണമെന്ന് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇനി നോക്കിക്കോണേ. ഇനി ഒരു മാസത്തേക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്തുള്ള ഒരുപാട് കമന്റ് ബോക്സിലെ കമന്റും കാര്യങ്ങളും കാണും. ഒരു മാസം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പൊ അനുമോൾ വരുമ്പോഴത്തേക്ക് അനുമോളുടെ PR ആയിട്ട് അനുമോൾ എത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഈ PR പറ്റി അനുമോള് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കണ്ടതല്ലേ? കഴിഞ്ഞ ദിവസം ഞാനത് ഭയങ്കര കോടിയായിരുന്നു. അനുമോള് ബിഗ് ബോസിനകത്ത് പറയാണ്, ഞാൻ PR ഏൽപ്പിച്ച ആളെ എനിക്ക് അറിയുക പോലും ഇല്ല. എനിക്ക് 3 ദിവസം മുന്നെയാണ് ഞാൻ ആളെ കാണുന്നത് പോലും. എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഒന്നുമില്ല. 2024 ആ PR ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പൊ അനുമോൾ എന്തൊക്കെയാണ് അവിടെ പറയുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ.